മരിച്ചാൽ എല്ലാം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആളുകളും മനുഷ്യരുടെ കൂട്ടത്തിൽ ഉണ്ട്. മുസ്ലിം നാമധാരികളുടെ കൂട്ടത്തിലും ഉണ്ട്. ഇസ്ലാം അതിനെല്ലാം വ്യത്യാസമാണ്. മരണത്തോടുകൂടി തുടങ്ങുന്ന വലിയ ഒരു ജീവിതത്തിൽ വിശ്വസിക്കുന്ന മതമാണ് ഇസ്ലാം. വിശ്വസിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. പാരത്രിക ലോകത്തെ അതെല്ലാം കണ്ട് ഉറപ്പിക്കുന്നവരുമാണ് മുഅ്മിനീങ്ങൾ. വിശ്വസിച്ചതിൽ ഒന്നും അവർ കാണാതിരിക്കുന്നില്ല, ബോധ്യപ്പെടാതിരിക്കുന്നില്ല. നാളെയുടെ ലോകത്ത് അവരതെല്ലാം ബോധ്യപ്പെടുന്നവർ കൂടിയാണ്. അപ്പോൾ അചഞ്ചലമായ വിശ്വാസവും കർമ്മങ്ങളും ഇവിടെ നിർവഹിക്കുന്നതെല്ലാം അവന്റെ പാരത്രിക ലോകത്ത് നിന്ന് അവൻ ബോധ്യപ്പെടും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് മഹത്തുക്കൾ നമുക്ക് വരച്ചു കാണിച്ചത്. മരണപ്പെട്ടു പോയവർ എത്ര വലിയവരാണെങ്കിൽ, വലിയ സ്വഹാബിമാർ ആകാം, വലിയ അഹ്ലുബൈത്ത് ആകാം, വലിയ ഔലിയാക്കളാകാം, ആര് നമ്മിൽ നിന്ന് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് നീങ്ങിയാലും അവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവരായ മുസ്ലിമീങ്ങൾ നിർവഹിക്കേണ്ട കടമകളും കടപ്പാടുകളും ഉണ്ട്. അവരെ കുളിപ്പിക്കണം, പൊതിയണം, അവരെ മറമാടണം, അങ്ങനെ തുടങ്ങി അവരുമായി അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കണം, പ്രാർത്ഥിക്കണം. ഇതെല്ലാം ഉള്ളതാണ്. എന്നാൽ അതൊക്കെ വെട്ടിച്ചുരുക്കുന്ന ആളുകളും മുസ്ലിംകളുടെ കൂട്ടത്തിൽ വന്നു തുടങ്ങി. അള്ളാഹു പറഞ്ഞു, സ്വത്ത് ഓഹരി ചെയ്യാൻ, മരിച്ച മനുഷ്യന്റെ സ്വത്ത് ഓഹരി ചെയ്യാൻ വേണ്ടി ജനങ്ങൾ ഒരുമിച്ചു കൂടും. പഴയ കാലങ്ങളിലൊക്കെ മരണപ്പെട്ടാൽ 3-ന്റെ അന്ന് തന്നെ സ്വത്ത് വിഹിതം വെക്കും, പരമാവധി പോയാൽ 40. എന്നാൽ ഇക്കാലം അത്രയും കഴിഞ്ഞിട്ടും സ്വത്തുക്കൾ ഓഹരി ചെയ്യാതെ എല്ലാം കൂട്ടിക്കലക്കി ഹറാമും ഹലാലും യതീമിന്റെ മുതലും എല്ലാം ഒരുമിച്ചു കൂട്ടി കൈകാര്യം ചെയ്യുന്ന സ്വഭാവവും ചില സ്ഥലത്തുണ്ട്. അതൊന്നും ശരിയല്ല. അങ്ങനെ സ്വത്ത് ഓഹരി ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇദാ ഹദറൽ ഖിസ്മത ഉലുൽ ഖുർബ, അവിടെ അവകാശമില്ലാത്ത അടുത്ത കുടുംബങ്ങൾ വന്നേക്കാം, വൽ യതാമ അനാഥർ വന്നേക്കാം, വൽ മസാകീനു പാവങ്ങൾ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ ഫർസുഖുഹും മിൻഹു, ആ മയ്യിത്തിന്റെ സ്വത്തിൽ നിന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ കൽപ്പിക്കുന്നതാണ്. വഖൂലു ലഹും ഖൗലൻ മഅറൂഫ, അവരോട് നല്ല കാര്യങ്ങൾ പറയണം. അപ്പൊ സ്വത്തിന് അവകാശമില്ലാത്ത ആളുകൾ വന്നാൽ അവരെ സന്തോഷിപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നത് പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള, പരിശുദ്ധ ഇസ്ലാം സന്തോഷിപ്പിക്കുന്ന, നിർദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ്. മരിച്ച ആളുകൾ അവര് പോയി, എല്ലാം അതോടുകൂടി കഴിഞ്ഞു എന്ന വിശ്വാസം ഇസ്ലാമിൻ്റെതല്ല. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ മുസ്ലിം നാമധാരികളായി ഉണ്ടെങ്കിൽ മറ്റുള്ള സമുദായക്കാരിലും ഉണ്ട്. അവരൊക്കെ കത്തിച്ച് ചാമ്പലാക്കി കളയുന്നത് പോലെ ഈ പറയുന്ന മുസ്ലിം നാമധാരിയെ അങ്ങനെയാണ് ചെയ്യേണ്ടത്, ചുരുങ്ങിയ പക്ഷം. അപ്പോൾ മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല. അത് സാധാരണ മുസ്ലിം മരിച്ചാലും വലിയ പദവികളുള്ളവർ മരിച്ചാലും അങ്ങനെ തന്നെയാണ്. കടപ്പാടുകൾ ജീവിച്ചിരിക്കുന്നവർക്കുണ്ട്. ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു രോഗശയ്യയിൽ കിടക്കുമ്പോൾ അവിടത്തെ സന്ദർശിക്കാൻ വേണ്ടി പല സഹാബിമാരും വന്നു. അപ്പോൾ അവർക്ക് മുഖം കൊടുക്കാതെ ഭിത്തിയിലേക്ക് തിരിഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് മകൻ പറഞ്ഞു, യാ അബത്തി
അമാ ബശ്ശറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബികദാ വകദാ. പൊന്നു പിതാവേ, എന്തെല്ലാം സന്തോഷങ്ങൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങയോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ സന്ദർശകർക്കൊന്ന് മുഖം കൊടുക്കൂ, അവരോടൊന്ന് സംസാരിക്കൂ, അവർ നിങ്ങളെ കാണാൻ വന്നതല്ലേ എന്ന് മകൻ പറഞ്ഞപ്പോൾ അവിടുന്ന് ജനങ്ങളിലേക്ക് തിരിഞ്ഞു. അവരോടായി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ആകുന്ന വലിയ സ്വഹാബി പറഞ്ഞു, എന്റെ അവസ്ഥ 3 തരത്തിൽ ആയിരുന്നു. ഒന്ന്, ഞാൻ ഒരു അവിശ്വാസിയായി കുറെ കാലം ജീവിച്ചു. ആ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെങ്ങാനും കണ്ടുകിട്ടിയാൽ, തക്കം കിട്ടിയാൽ അവിടത്തെ കൊന്നുകളയണം എന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. അത്രയും വിരോധമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എനിക്കുണ്ടായിരുന്നത്. ആ നിലക്കാണ് ഞാൻ മരിച്ചു പോയിരുന്നത് എങ്കിൽ ഞാൻ നരകവാസി തന്നെ ആകുമായിരുന്നു. അങ്ങനെ അള്ളാഹു എനിക്ക് സന്മാർഗം കാണിച്ചു തന്നു. ഞാൻ മുസ്ലിമായി. ലോകൈക ഗുരുവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, മക്കളൊക്കെ വിശന്നിരിക്കുകയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ച് ഇഷ്ടപ്പെട്ട് വലിയ സ്നേഹമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വലിയ ബഹുമാനമായി, എത്രത്തോളം നിങ്ങൾ തിരുനബിയെ എനിക്കൊന്ന് വർണ്ണിച്ചു തരുമോ എന്ന് എന്നോട് ചോദിച്ചാൽ മാ അത്തഖ്തു ഇജ്ലാലൻ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വലിയ ബഹുമാനം കൊണ്ട് ഞാൻ അതിന് മുതിരുകയില്ല, എനിക്കതിന് സാധ്യമല്ല. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ചു ഞാൻ ജീവിച്ചു. ആ സമയമാണ് ഇപ്പോൾ. ഫഇൻ മിത്തു അലാ ഹാദിഹിൽ ഹാലത്തി ലഅല്ലി അൻ അകൂന മിൻ അഹ്ലിൽ ജന്ന. ഈ നിലക്കാണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകും എന്നതാണ് എന്റെ ആഗ്രഹം. അത് തീർച്ചയാണ്. മഹാൻ പറയുന്നു, മൂന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫഇദാ ദഫൻതുമൂനി ഫഹുസ്സു അലയ്യ തുറാബ ഹസ്സാ. നിങ്ങൾ എന്നെ മറമാടി പിടിമണ്ണ് വാരിയിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. മണ്ണ് വാരിയിട്ട് നിങ്ങൾ പൊയ്ക്കളയരുത്, പൊടിയും തൊട്ട് നിങ്ങൾ പോകരുത്. വഅഖീമു ഹൗല ഖബ്രി, എന്റെ ഖബറിന്റെ ചുറ്റുഭാഗത്തും നിങ്ങൾ കുറച്ചു സമയം താമസിക്കണം. എത്രത്തോളം താമസിക്കണം? ഒരു ചെറിയ സമയം. ഹീനമാ തുൻഹറു ജസൂറുൻ വയുഖ്സമു ലഹ്മുഹാ. ഒരു ഒട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം ജനങ്ങൾക്ക് വിഹിതം വെച്ചു കൊടുക്കുന്ന അത്രയും സമയം എന്റെ ഖബറിന്റെ അടുക്കൽ നിങ്ങൾ താമസിക്കണം. നിങ്ങൾ എന്നെ ഇട്ടേച്ച് പോയി കളയരുത്. ഹത്താ അസ്തഅനിസ ബികും, നിങ്ങളെ കൊണ്ട് എനിക്കൊരു നേരം പോക്ക് ലഭിക്കാനും മാത്രമോ വഅൻദുറ മാദാ ഉറാജിഉ ബിഹി റുസുല റബ്ബി, എന്റെ രക്ഷിതാവിന്റെ ദൂതന്മാർ ഖബറിൽ വന്നുകൊണ്ട് മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബ്ലതുക വമാ ഇമാമുക എന്ന് ചോദിക്കുന്ന സമയത്ത് നല്ല നിലക്ക് അവർക്ക് മറുപടി പറയുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കാനും ചിന്തിക്കാനും വേണ്ടി നിങ്ങൾ കുറച്ച് സമയം എന്റെ ഖബറിന്റെ പരിസരത്ത് നിൽക്കണമെന്ന് ബഹുമാനപ്പെട്ട സഹാബി വര്യൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് പറഞ്ഞ പഠിപ്പിച്ച ഹദീസാണ്. നമ്മുടെ മഹത്തുക്കൾ അതിന്റെ മസ്അലകൾ പരിധിയാണ്. ഫത്ഹുൽ മുഈനിൽ വസുന്ന തൽഖീനുൻ വതസ്ബീതുൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മരിച്ച ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു പറഞ്ഞു കൊടുക്കണം. മരണം ആസന്നമായ ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു പറഞ്ഞു കൊടുക്കണം.
ഈ ഹത്താ അസ്തഗ്നിസ ബികും വഅൻദുറ മാദാ ഉറാജിഉ ബിഹി റുസുല റബ്ബി. അതിങ്ങനെ അല്ലാഹു റബ്ബി വമുഹമ്മദുൻ നബി വൽ ഇസ്ലാമു ദീനി വൽ കഅബത്തു ഖിബ്ലതി വസ്സലാത്തു ഫരീദതി വൽ മുഅ്മിനൂന ഇഖ്വാനി വഇലാ റബ്ബി മആബി. അതിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ മുഅ്മിനായ മനുഷ്യന് ഓർമ്മ വരും, നല്ലതുപോലെ അത് പറഞ്ഞു കൊടുക്കും. അങ്ങനെ നല്ല മറുപടി പറയാൻ കഴിയും, സന്തോഷമാകും. അൽഹംദുലില്ലാഹ്. ആ ഖബറാളി നാം ചെയ്യുന്ന ഈ സുഹൃതങ്ങൾ കൊണ്ട് നമ്മെ ഏൽപ്പിച്ച, പിൻകാലക്കാരെ ഏൽപ്പിച്ച ഈ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഖബറാളി സന്തോഷിക്കും. അതിന് നിങ്ങൾ എനിക്ക് അവസരം തരണം എന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഇവിടെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നെ അങ്ങോട്ട് ചില ആളുകൾ പിന്നെ 3-ന്റെ ഖബർ സിയാറത്തിന് പോവുകയുള്ളൂ. ചിലർ 7-ന്, ചിലപ്പോൾ 40-ന്. മക്കളാണെങ്കിലോ അടുത്തവരാണെങ്കിലോ അങ്ങനെ ചെയ്യും. അല്ലാത്തവർ സുബ്ഹാനല്ലാഹ് ഖബറിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ആളുകളും ഉണ്ടാകും. അത് മുഅ്മിനീങ്ങളുടെ ശീലമല്ല. വഖദ് ഹാജറു ഖബരി ഫമാ യഅരിഫൂനഹു വഖദ് കുന്തു ഫിദ്ദുനിയാ കസീറൻ സിയാറതി. ഗൾഫിൽ നിന്ന് വന്ന കാക്കായുമായി ജ്യേഷ്ഠനുമായി സിയാറത്തിന് പോയി. ഉപ്പയെ സിയാറത്ത് ചെയ്യാൻ പോയതാണ്. കാക്ക മാറി ഇപ്പുറത്ത് നിന്നു. അത് എളാപ്പാടെ ഖബറോ വല്ലിപ്പാട് അനുജന്റെ ഖബറോ ആയിരിക്കാം. അപ്പോൾ അനുജൻ പറയുകയാണ്, ഇക്കാക്ക ഇതല്ല ഉപ്പാടെ ഖബർ, അതാ അതിന്റെ അടുത്ത ഖബറാണ്. ഖബർ ഏതാണെന്ന് തിരിച്ചറിയാത്ത പിൻഗാമികളാണ് ഇന്നുള്ളത്. അവർ എന്റെ ഖബറിനെ ഉപേക്ഷിച്ചു കളഞ്ഞു. അതേതെന്ന് തന്നെ അറിയുന്നില്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് സന്ദർശകർ കൂടുതലായിരുന്നു. എന്നെ ഉറങ്ങാൻ വിട്ടിട്ടില്ല. എന്നെ വീട്ടിൽ എപ്പോഴും ചായ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. സന്ദർശകർ കൂടുതലാണ്. മരിച്ചു കഴിഞ്ഞ് ആരും നോക്കുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ഖബറാളികൾ വിലപിക്കുമെന്ന് മഹത്തുക്കൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആകാൻ പാടില്ല. ഖബർ സിയാറത്ത് നടത്തണം, ഖബറിന്റെ അടുത്ത് പോകണം, അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനാസ നിസ്കരിച്ചു, മയ്യിത്തിന് വേണ്ടി ഫാത്തിഹ ഓതി എന്ന ഒരു അധ്യായം തന്നെ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി അവരെ പറയുകയും ഓർക്കുകയും വേണം. ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ മരിച്ചവർക്ക് ദിക്ർ ചൊല്ലിക്കൊടുക്കണം എന്നതിന് അർത്ഥമില്ലല്ലോ. മരണമാസന്നമായവർക്കാണ് എന്നാണല്ലോ എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്. മരണപ്പെട്ടവർക്കും മരണമാസന്നമായവർക്കും ദിക്ർ ചൊല്ലാൻ ഈ ഹദീസാണ് മഹത്തുക്കൾ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ എങ്ങളിൽ മരിച്ചവരുടെ ഗുണങ്ങൾ നിങ്ങൾ പറയുക. അതെങ്ങനെ? മരിക്കാൻ കിടക്കുന്നവന്റെ ഗുണം പറയുങ്ങൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, നെഞ്ചത്തിലിടിച്ചു പോയി കരയണമെന്നാണോ അതിന്റെ അർത്ഥം? അല്ല, അവിടെ മരിച്ചവരെ മാത്രമാണ്. നിങ്ങളിൽ മരിച്ചവരുടെ ഗുണങ്ങൾ പറയുക. ആ ഗുണങ്ങൾ പറയുന്ന സദസ്സുകൾ ഉണ്ടാകണം. ഖുർആൻ പഠിപ്പിച്ചതുപോലെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന മജ്ലിസുകൾ ഉണ്ടാകണം. അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഇഖ്റഉ അലാ മൗതാക്കും സൂറത്ത് യാസീൻ, മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ യാസീൻ പാരായണം ചെയ്യണം. ഇങ്ങനെ അവരുടെ ഖബറിലേക്ക് നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃതങ്ങൾ ജീവിച്ചിരിക്കുന്ന നാം നമ്മിലെ മരിച്ചവർക്ക് വേണ്ടി നിർവഹിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളാണ്, സുന്നത്തായ അമലുകളാണ്. അല്ലാതെ ആരും വയറ്റിപ്പഴപ്പിന് വേണ്ടി കെട്ടി ഉണ്ടാക്കിയ കാര്യങ്ങളല്ല എന്ന് നാം ബോധ്യപ്പെടണം. ചില സ്ഥലത്തൊക്കെ ഒരു മാമൂല് മാത്രമായി നടത്തും. 3-ന് ഒരു 5-6 ആളെ വിളിക്കും, 7-ന് വിളിക്കും, 11 പിന്നെ തീർന്നു, പിന്നെ ദുആയില്ല. പിന്നെ ആ ഖബറാളി ഇങ്ങനെ ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ,
തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ മഹത്തുക്കൾ പറയുന്നത് കാണാം. വീട്ടിൽ നിന്ന് ഖബർ സിയാറത്ത് ചെയ്യുന്ന ഒരു മകൻ ഇറങ്ങുമ്പോൾ പരിസരത്തുള്ള ഖബറുകാർ ഇവനോട് പറയും, നിന്റെ മകൻ വരുന്നുണ്ട്, ഞങ്ങളുടെ മക്കളോ വരുന്നില്ല, നിന്റെ മകൻ വരുന്ന ദുആ ഞങ്ങൾക്കും ലഭിക്കുമെന്ന് പരിസരത്തുള്ള ഖബറാളികൾ അവരോട് വിളിച്ചു പറയുകയും വരുമ്പോൾ എല്ലാവരും ഒന്നടങ്കം സഹായിക്കുകയും സന്തോഷിക്കുകയും എല്ലാവർക്കും സാമൂഹ്യമായ ദുആ ലഭിക്കുമ്പോൾ സന്തോഷിക്കുകയും ചെയ്യുമെന്ന് മഹത്തുക്കൾ എഴുതി വച്ചിട്ടുണ്ട്. ഖബറിൽ കിടക്കുന്നവൻ ഇല്ലാ കൽ ഗരീഖ്, സമുദ്രത്തിന്റെ അടിയിലേക്ക് ഇഞ്ചിഞ്ചായി മുങ്ങി മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്നവനെ പോലെയാണ്. ആരാരും സഹായിക്കാനില്ലാതെ വെള്ളം കുടിച്ച് വയറ് വീർത്ത് മരിച്ചുകൊണ്ടിരിക്കുന്നവനിലേക്ക് രക്ഷയുടെ ഒരു കവചം ബോട്ടുകളിൽ കണ്ടിട്ടില്ലേ? ഒരു വലിയ ടയർ പോലൊരു സാധനം കയറിൽ കെട്ടി ഇട്ട് കൊടുത്താൽ അവൻ മരണത്തോടുള്ള ആ മൽപിടുത്തത്തിന്റെ ഉള്ളിൽ ഈ കവചത്തിൽ കെട്ടിപ്പിടിച്ച് അത് വലിച്ച് കപ്പിയിലിട്ട് വലിച്ച് കയറ്റുമ്പോൾ എങ്ങനെയെങ്കിലും തത്തിപ്പിടിച്ച് രക്ഷപ്പെടുന്നത് പോലെ ഖബറാളികളുടെ അവസ്ഥ അങ്ങനെയാണെന്ന് കാരുണ്യക്കടലായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു ദുആ കിട്ടുന്നു. ഈ കവചം ദുആ, ഈ കവചമായി അവന് ബോധ്യപ്പെട്ട് അവൻ കരക്ക് വലിഞ്ഞു കയറുമ്പോൾ അന്നാലി ഹാദാ, എനിക്കിത് എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിക്കും. അവൻ തന്നെ അള്ളാഹുവിനോട് ചോദിക്കും, ബിദഅവതി ഇബ്നിക ലക, നിന്റെ മകൻ നിനക്ക് ചെയ്ത പ്രാർത്ഥനയാണിത്. ബിദഅവതി അഖീക ലക, നിന്റെ സഹോദരൻ നിനക്ക് ചെയ്ത പ്രാർത്ഥനയാണിത്. നിന്റെ സ്നേഹിതൻ നിനക്ക് ചെയ്ത പ്രാർത്ഥനയാണിത്. നിന്റെ മക്കൾ സംഘടിപ്പിച്ച പ്രാർത്ഥനാ സമ്മേളനമാണിത് എന്ന് അവരോട് മറുപടി പറയപ്പെടുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ അടിസ്ഥാന രേഖകൾ വെച്ചുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കുന്നത്, സംഘടിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അല്ലാതെ മാമൂലുകൾ നിലനിർത്താനല്ല, വയറ്റിപ്പിഴപ്പിന് വേണ്ടിയല്ല, പണ്ഡിതന്മാർ കെട്ടിച്ചമച്ചതല്ല ഇത്. ഇതെല്ലാം പൂർവസൂരികളായ മഹത്തുക്കൾ പരമ്പരാഗതമായി നിലനിർത്തി വന്നതാണ്. ചില ആളുകൾ ചില പ്രദേശങ്ങളിൽ മറപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ തട്ടി ഉണർത്താനുള്ള ഏറ്റവും നല്ല സംഘാടനമാണ് ഇതുപോലെയുള്ള മഹത്തുക്കളെ കുറിച്ചുള്ള സ്മരണകൾ സംഘടിപ്പിക്കുന്നത്. ഖദീജ ബീവി എന്ന ആ സയ്യിദത്ത് മരണപ്പെട്ട് 2 വർഷമായി. എന്റെ ഉമ്മ മരണപ്പെട്ട് 9 വർഷമായി. ഞങ്ങളുടെ വീട്ടിൽ വലിയ ആൾക്കൂട്ടത്തോടു കൂടിയ നടത്തലുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പായിരുന്നു. അള്ളാഹു അവരുടെ എല്ലാം ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ഇതുപോലെ ഈ മഹദിയെ കാണുന്നതിന് വേണ്ടി മക്കളുടെ കൂടെ ഏതാണ്ട് ഒരു 35 കൊല്ലം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. ചെറിയ പഴയ വീട്ടിൽ ഹബീബ് കോയ തങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ മഹത്തുക്കളായിരുന്നാലും സാധാരണക്കാരായിരുന്നാലും അവർക്ക് വേണ്ടി പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിക്കണം, യാസീനുകൾ ഓതണം, ഭക്ഷണങ്ങൾ വെച്ച് കൊടുക്കണം. ഇത് ഇസ്ലാമിക ആചാരമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതാണ്. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതാണ്. ചില ആളുകൾ പള്ളിയിലൊക്കെ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ പരിഹസിക്കും, ഇന്ന് ചോറുണ്ട് അതുകൊണ്ട് ആളുണ്ടാകും. അതൊരു നല്ല കാര്യമാണ്. അവിടെ ഓതുന്നതിനേക്കാളും പറയുന്നതിനേക്കാളും ചിലപ്പോൾ പ്രതിഫലം കിട്ടുന്നത് ഈ ഭക്ഷണം കൊടുക്കുന്നതിനായിരിക്കും. ഫത്തസ്തുൽ അഅമാല കുല്ലഹാ ഫമാ വജദ്തു ഫീഹാ അഫ്ദല മിൻ ഇത്ആമിത് തആം. ഞാൻ എല്ലാ സുഹൃത്തുക്കളും പരിശോധിച്ചു നോക്കിയതാണ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പറ്റി എഴുതിയ ഒരു ചെറിയ കിതാബുണ്ട്, ഗിബതത്തുൻ നാദിർ ഫീ തർജമത്തി ശൈഖ് അബ്ദുൽ ഖാദിർ. അതിൽ കാണാം എല്ലാ നന്മകളും ഞാൻ പരിശോധിച്ചു നോക്കി. അതിൽ പാവപ്പെട്ടവന് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ വലിയ അമല് വേറെയില്ല.
ലൗ കാനത്തി ദുനിയാ ലീ ലഅൻഫഖതുഹാ അലാ ഇത്ആമിൽ ജിആഇ ഖൈറാ. ലോകം മുഴുവൻ അല്ലാഹു എനിക്ക് തന്നാലും ഞാനതൊക്കെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ചിലവഴിക്കുമായിരുന്നു എന്ന് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കൊടുക്കുക എന്നൊരു ചെറിയൊരു കാര്യമല്ല, ഇതിനെല്ലാം പുറമെയാണ് പദവികൾക്കും ശ്രേഷ്ഠതകൾക്കും പരിധി നിശ്ചയിക്കാൻ കഴിയാത്ത സംഘാടനങ്ങളാണ് അഹ്ലുബൈത്തിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പേരിൽ സമൂഹം നടത്തുന്നത്. ഇവിടെ എന്നല്ല, എവിടെയും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വംശ കുടുംബ പരമ്പരയിൽ പെട്ടു എന്ന് കേട്ടാൽ ജനങ്ങൾക്ക് അവിടെ ആദരവാണ്. ഏതാനും തലമുറകൾ അത് മറന്നുപോയാൽ അടുത്ത തലമുറ അത് വീണ്ടെടുത്തു കൊണ്ടുവരും. തൊട്ടടുത്ത ആളുകൾ അല്ലെങ്കിൽ ആലിമീങ്ങൾ ഉണർത്തുമ്പോൾ അത് വീണ്ടെടുക്കപ്പെടും. അതാണ് നമ്മുടെ നാട്ടിലും നടക്കുന്നത്. ഈ പുതുക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലേ, പുതുക്കോട് തെക്കേപ്പറ്റായി പുതുക്കോട് ഞാൻ വന്നപ്പോ അത് നാട്ടിക ഉമ്മറാജൊരു കട അവിടെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ തങ്ങളെ, അല്ലേ? തച്ചനടി ഒരു കടയുണ്ട്, അവിടെ വന്നിരുന്നു. അങ്ങനെയാണ് ഇവിടെ വന്നത്. അപ്പോൾ അഹ്ലു ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം, അവിടുത്തെ കുടുംബം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ്. അത് ഏത് ദിശയിലൂടെ വന്നാലും, നമ്മുടെ കൺമുമ്പിൽ വന്നാലും, മക്കത്ത് നിന്ന് വന്നാലും, മദീനത്ത് നിന്ന് വന്നാലും എല്ലാം അങ്ങനെയാണ്. ഞങ്ങളുടെ ആലപ്പുഴ ഹാഷിമിയ എന്ന് പറയുന്ന സ്ഥാപനം തങ്ങന്മാരുടെ മണ്ണാണ്. അവിടെ തങ്ങന്മാരിൽ നിന്ന് ഞങ്ങൾ ഏറ്റെടുത്തു. ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ പ്രസിഡന്റായത് ഏറ്റെടുത്തപ്പോൾ അതിന് പെട്ടെന്ന് ഞങ്ങൾ പേര് വെച്ചില്ല. 3 കൊല്ലം ഇവിടുത്തെ PMS തങ്ങൾ വന്ന് അതൊക്കെ പറഞ്ഞു. 3 കൊല്ലം പേര് വെക്കാതെ കുത്തിയിരുന്നു. തങ്ങന്മാരോട് യോജിച്ചൊരു പേര് കിട്ടണമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് കുവൈത്തിൽ PS സുലൈമാൻ ഹാജി എന്ന് പറയുന്ന സയ്യിദുക്ക ഇങ്ങനെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു ഹദീസ് വന്നു. അയാൾ എന്നോട് വായിക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ചു കൊടുത്തു. എന്താണ് ഇതിന്റെ താല്പര്യം? അള്ളാഹു ലോകരിൽ നിന്ന് അറബിനെ തെരഞ്ഞെടുത്തു, അറബിൽ നിന്ന് അദ്നാനിനെ തെരഞ്ഞെടുത്തു, അദ്നാനിൽ നിന്ന് ഖുറൈശിനെ തെരഞ്ഞെടുത്തു, ഖുറൈശിൽ നിന്ന് ഹാഷിമിനെ തെരഞ്ഞെടുത്തു. അങ്ങനെ വസ്തഫാനി മിൻ ബനി ഹാഷിം, ഹാഷിം സന്തതികളിൽ നിന്ന് അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തു എന്ന ഹദീസ് കണ്ടപ്പോൾ ഞാൻ സുൽത്താൻ ഉലമയെ വിളിച്ചു. നമ്മുടെ ആലപ്പുഴ സ്ഥാപനത്തിന് പേരിട്ടിട്ടില്ല, ഹാഷിമിയ എന്ന് പേരിട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഉസ്താദ്, അപ്പൊ മൗസൂഫ് ഞാൻ കുല്ലിയ അല്ലെങ്കിൽ ജാമിയ ഇട്ടോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഹാഷിമിയ എന്ന് പേരിട്ടത്. ഹാഷിമിയ എന്ന് പേരിട്ട ഒറ്റ കാരണം കൊണ്ട് സാദിഖ് അലി ഉസ്താദിനോടൊക്കെ ചോദിച്ചു നോക്ക് അവിടുത്തെ ഉണ്ടായ ഫിത്നകളും ബഹളങ്ങളും എന്തൊക്കെയാണെന്ന്. അവിടെ നിന്ന് ഖുർആൻ പാരായണം നടത്തി 1ാം ക്ലാസ് വെച്ച ആൾക്കാരുണ്ട് അവിടെ. അപ്പോ അവിടെ ഉണ്ടായ ഫിത്നകൾക്ക് കയ്യും കണക്കുമില്ല. ഹാഷിമിയ എന്ന് പേരിട്ടതോടുകൂടി അതിനുണ്ടായ വളർച്ചയും അതിനുണ്ടായ അംഗീകാരവും അംഗീകരിക്കാത്ത ആളുകൾക്ക് കൂടി അംഗീകരിക്കേണ്ട അവസ്ഥ അല്ലാഹു തആല കൊടുത്തതും വല്ലാത്ത സംഭവം തന്നെയാണ്. ഉസ്തഫാനി മിൻ ബനി ഹാഷിം, ഹാഷിം കുടുംബത്തിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്തു. ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹാഷിം എന്ന വല്യുപ്പ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ മഹാന്റെ പേരിലാണ്. അവിടുന്ന് അങ്ങോട്ട് എല്ലാ മുസ്ലിമീങ്ങളും ഒരു ഉസ്താദിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നാ ഖുറൈശിന്ന് പേരിടാൻ പാടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഖുറൈശിൽ കാഫിറുണ്ട് മുസ്ലിമും ഉണ്ട്. അങ്ങനെ ആ പേരിന്റെ ഒരു ബർക്കത്താണ് ഞാൻ പറഞ്ഞത്. എല്ലാ സയ്യിദന്മാരും ഹാഷിമികളാണ്. ഇവിടെ ചിലപ്പോൾ ഐദ്രൂസി എന്ന് പറയും, ബാലവി എന്ന് പറയും, ശിഹാബ് എന്ന് പറയും, ബുഖാരി എന്ന് പറയും, ബാഫഖി എന്ന് പറയും, എല്ലാം പറയും. ഇവരെല്ലാവരും ഹാഷിമികളാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, മക്കളെ ഉറക്കൊരു സലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർക്കപ്പെട്ടവരാണ്.
ആ തിരുനബിയിലേക്ക് ചേർക്കപ്പെട്ട അഹ്ലു ബൈത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ദിവസം ഇരുന്നാൽ ഞാൻ പാട്ടുപാടി വഅദ് പറഞ്ഞു തരാം. എന്തെല്ലാമാണ് മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്. ഒമാലിയ ഇല്ലാ ആല അഹ്മദ് ശീഅതു ഒമാലിയ ഇല്ലാ മശ്അബൽ ഹഖ് മശ്അബു. നമ്മൾ ഓതുന്ന ചെറിയ കിതാബിലെ ശഅർ ബൈത്ത് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പരയല്ലാതെ എനിക്കൊരു ആശ്രയമില്ല. നേരത്തെ വാരണാക്കര തങ്ങൾ ഓതിയല്ലോ, പത്തപ്പെരിയ ഉസ്താദ് ഓതിയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ പറ്റി ആലുൻ നബി ദരിയതി വഹുമു ഇലൈഹി വസീലതി അർജു ബിഹി മുഅതാഗദൻ ബിയദിൽ യമീനി സഹീഫതി. എൻ്റെ കയ്യിൽ വലത്തെ കയ്യിൽ ഗ്രന്ഥം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അഹ്ലു ബൈത്തിനെ കൊണ്ടാണ്. അങ്ങനെ പറഞ്ഞു ഹുബ്ബുൻ നബി ومدحه خير العمل وعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل عند الإله منعما تنعيما صلوا عليه وسلموا تسليما. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹത്തുക്കളെല്ലാം പറഞ്ഞു, അങ്ങനെയുള്ള അഹ്ലു ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം, ആ മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ടവരെ നാം സ്നേഹിക്കാതെ ഇരിക്കുകയില്ല. ഹുബ്ബുൻ നബി വഹുബ്ബുൽ ആലി റുക്നാനി ലാ ഫർഖ ബൈനഹുമാ യാ അഹ്ല ഈമാനി മൻ വദ്ദ ത്വാഹ വലം യർള അശീറതഹു ഫഹുവൽ മുദാഹിനു വൽ ആസി ലിറഹ്മാനി. ചിലരെങ്കിലും പറയുന്നു ഞാൻ മുത്തുനബിയെ സ്നേഹിക്കുന്ന ആളാണെന്ന് പറയുകയും അഹ്ലു ബൈത്തിനെ വേദനിപ്പിക്കുകയും അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ മുഅ്മിനല്ല. ഹുബ്ബുൻ നബി വഹുബ്ബുൽ ആലി റുക്നാനി. മുത്തുനബിയെ സ്നേഹിക്കുന്നതും അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കൽ രണ്ടും ഫർളാണ്. മൻ വദ്ദ ത്വാഹ വലം യർള അശീറതഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നു, അവിടുത്തെ കുടുംബത്തിന്റെ പൊരുത്തം ആവശ്യമില്ല എന്നാണെങ്കിൽ ഫഹുവൽ മുദാഹിനു വൽ ആസി ലിറഹ്മാനി. അവൻ തെറ്റുകാരനാണ്, കുറ്റക്കാരനാണ്, അല്ലാഹുവിനോട് തെറ്റ് ചെയ്തവനാണെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ലോകത്തുള്ള ഏതെല്ലാം മുഅ്മിനീങ്ങളുണ്ടോ അവർക്കൊക്കെ മുത്തുനബിയോട് സ്നേഹമാണ്, അഷ്റഫുൽ ഖൽഖിനോട് സ്നേഹമാണ്, അവിടുത്തെ രക്തബിന്ദുക്കളായ അഹ്ലു ബൈത്തിനോടും സ്നേഹമാണ്. ഒരു അഹ്ലു ബൈത്ത് വീട്ടിലേക്ക് വന്നാൽ സന്തോഷമാണ്, ഒരു അഹ്ലു ബൈത്തിന്റെ കൈപിടിക്കുന്നത് സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരമ്പര അത്രയും ഇഷ്ടമാണ്. വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയാതെ ഒരു മുഅ്മിനിന്റെയും നിസ്കാരം പൂർത്തിയാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുകയാണ്. കോടാനകോടി എണ്ണമറ്റ മുഅ്മിനീങ്ങൾ അവരുടെ നിസ്കാരത്തിൽ ആലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ പെട്ട ഒരു കർത്തവ്യം കൂടി, ഒരു കടമ കൂടി നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഖദീജ ബീവി, അവരുടെ എല്ലാം വല്യുമ്മ അവരിവിടെ അടങ്ങിയിരിക്കുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അഹ്ലു ബൈത്തിന്റെ മഖാമുകളുണ്ട്. ആ അഹ്ലു ബൈത്തിന്റെ സാന്നിധ്യം നമുക്കെന്നും ഖൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ആ മഹത്തുക്കൾക്ക് വേണ്ടിയല്ലേ ലോകം നിലകൊള്ളുന്നത്. ലോകത്തുള്ള മുസ്ലിമീങ്ങൾ അവരെ സ്നേഹിക്കുന്നവരാണ്. എല്ലാ വെള്ളിയാഴ്ചയിലും സയ്യിദൈ ശബാബി അഹ്ലിൽ ജന്നതി ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ചെറുപ്പക്കാർ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അവരിലേക്ക് ചെന്ന് ചേരാത്ത ഒരു അഹ്ലു ബൈത്തുമില്ല, അവരിലേക്ക് വന്നെത്താത്ത ഒരു അഹ്ലു ബൈത്തുമില്ല. അവരെയാണ് സ്നേഹിക്കുന്നത്. എന്തിനാണ് അങ്ങനെ സ്നേഹിക്കുന്നത്? നബി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ, അവിടുത്തെ പൊരുത്തം കിട്ടാൻ വേണ്ടിയാണ്. അവിടുത്തെ പൊരുത്തം കിട്ടണം, അതിന് അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കണം. ഉർഖുബൂ മുഹമ്മദൻ ഫീ അഹ്ലി ബൈതിഹി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് പറയുന്ന ഹദീസിൽ കാണാം, നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതീക്ഷിക്കേണ്ടത് അവിടുത്തെ കുടുംബത്തിലാണ് കേട്ടോ. ഉർഖുബൂ മുഹമ്മദൻ ഫീ അഹ്ലി ബൈതിഹി. അഹ്ലി ബൈത്തിനെ തഴഞ്ഞ് അവരെ ചീത്ത പറഞ്ഞ് അവരെ ആക്ഷേപിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രതീക്ഷിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലി ബൈത്തിനോടുള്ള മഹബ്ബത്ത് നമുക്ക് നൽകുമാറാകട്ടെ. ഒരു മഹാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഹുബ്ബു ആലിൻ നബി ഖാലത അദ്മി വജറാ ഫീ മഫാസിലി ഫഅ്ദറൂനി അന വല്ലാഹി മുഗ്റമുൻ ബിഹവാഹും അല്ലിലൂനി ബിദിക്രിഹിം അല്ലിലൂനി. ഹുബ്ബു ആലിൻ നബി ഖാലത അദ്മി. മുത്തുനബിയുടെ കുടുംബത്തോടുള്ള സ്നേഹം എൻ്റെ എല്ലിലും എൻ്റെ മജ്ജയിലും എൻ്റെ മാംസത്തിലും ഇഴുകിച്ചേർന്നിരിക്കുന്നു. വജറാ ഫീ മഫാസിലി ഫഅ്ദറൂനി. എൻ്റെ എല്ലാ ഞാടിഞരമ്പുകളിലും കെണുപ്പുകളിലും മുത്തുനബിയുടെ കുടുംബത്തോടുള്ള സ്നേഹമാണ്. ഞാൻ അങ്ങനെ പ്രവാചക കുടുംബത്തെ സ്നേഹിച്ചു പോയ ആളാണ്. അന വല്ലാഹി മുഗ്റമുൻ ബിഹവാഹുമോ. എൻ്റെ സ്ഥിതി, എൻ്റെ ഹൃദയം, എൻ്റെ ശരീരം മുഴുവനും അവരോടുള്ള സ്നേഹത്തിന് ഞാൻ പണയപ്പെടുത്തിയിരിക്കുകയാണ്. മുഗ്റമുൻ ബിഹവാഹുമോ അല്ലലൂനി. അവരെന്നെ കുറ്റം പറഞ്ഞു. ഞാൻ തങ്ങന്മാരുടെ ആളാണെന്ന് അവരെന്നെ കുറ്റം പറഞ്ഞു. എന്നാൽ അല്ലിലൂനി ബിദിക്രിഹിമി അല്ലിലൂനി. അവരുടെ ആളാണ് ഞാൻ എന്നതുകൊണ്ട് നിങ്ങൾ ഇനിയും എന്നെ കുറ്റം പറഞ്ഞോളൂ, എനിക്ക് വിരോധമില്ല. നൂറുൽ യഖീനിലും നൂറുൽ അബ്സാറിലും മഹത്തുക്കൾ ഈ ബൈത്ത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നാട് വടുതലയിൽ അവിടെയുള്ള പള്ളി ഭരണക്കാരും സയ്യിദന്മാരും വലിയ അവിടുത്തെ ഖാദി ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ വളപ്പിൽ അബ്ദുൽ അസീസ് മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഖാദിമാരിൽപ്പെട്ട ആളായിരുന്നു. ആ പണ്ഡിതന്മാരും ഖാദിമാരും ഒറ്റക്കെട്ടോടുകൂടി പോയപ്പോൾ അവിടുത്തെ സയ്യിദന്മാർ അംഗീകരിച്ച് പോയപ്പോൾ സയ്യിദന്മാരുടെ ആളാണ് ഈ മൗലവിമാർ ഉസ്താദുമാരെന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചപ്പോൾ മഹാൻ വടുതല കാട്ടുപുറം പള്ളിയുടെ മെഹ്റാബിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഈ ബൈത്ത്. അല്ലലൂനി ബിദിക്രിഹിമി അല്ലിലൂനി. അഹ്ലു ബൈത്തിനെ പറഞ്ഞതുകൊണ്ടും അവരെ പ്രശംസിച്ചതുകൊണ്ടും നിങ്ങൾ എന്നെ ആക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ ആക്ഷേപിച്ചോളൂ, എനിക്കൊരു വിരോധവുമില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിശ്വാസി സമൂഹമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹമാണ് നമുക്ക് സുൽത്താനുൽ ഉലമ പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മുടെ പ്രസ്ഥാനം പഠിപ്പിച്ചിട്ടുള്ളത്.